+2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യമായി നമുക്ക് ഡിഫറെൻറ്റ് പാരഡൈം എന്തൊക്കെയാണെന്നുള്ളതുണ്ട്. പിന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം ഉണ്ട്, ദെൻ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഊപ്സ്. അതിൽ നമ്മൾ ആദ്യം നോക്കുകയാണ് പ്രോഗ്രാമിംഗ് പാരഡൈം എന്താണെന്ന് നോക്കുകയാണ്. പ്രോഗ്രാമിംഗ് പാരഡൈം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടല്ലോ, ആ മെത്തേഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരഡൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് പാരഡൈം യൂസ് ചെയ്യണമെന്നൊന്നും കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. നമുക്ക് ഓർഡിനറി സ്റ്റൈലിൽ തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പല ലാംഗ്വേജസും പല ടൈപ്പ് പാരഡൈംസിനെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വഴിയാണ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലത് ഒരു പാരഡൈമിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ചിലത് മൾട്ടിപ്പിൾ പാരഡൈമിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, C++ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മെത്തേഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അത് പ്രൊസീജിയർ ഓറിയൻറ്റഡിനെയും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത, അതായത് ചാപ്റ്റർ 1 കഴിഞ്ഞ വർഷവും ചാപ്റ്റർ 1 ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം പ്രൊസീജിയർ ഓറിയൻറ്റഡിനെ ഫോളോ ചെയ്യുന്ന ടൈപ്പായിരുന്നു. ഇനി നമ്മൾ കാണുന്നുണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് നോക്കാം എന്താണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്നത്. ഓക്കെ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് കൂടി നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇതിനകത്ത് നമുക്കൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ആ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ആ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ്, പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ആ സ്റ്റെപ്സിനെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സെക്യൂർ അല്ല ഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈലിലുള്ള പ്രോഗ്രാംസിനെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ആ ഒരു സ്റ്റൈലിലാണ് എന്തിൽ വരുന്നത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് പ്രോഗ്രാംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഡാറ്റ എന്താണെന്നോ അല്ലെങ്കിൽ ഡാറ്റയും ഫംഗ്ഷൻ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ എക്സാമ്പിളാണ് C, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, C++ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ ചോദിക്കുമ്പോൾ നമ്മൾ C++ പറയാറില്ല, ഈവൺ അത് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ കൂടി. കാരണം C പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്, അതിൻ്റെ ഹൈ വേർഷൻ ആണ് C++ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഡ്രോബാക്ക് ആണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡൈമിനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. നമുക്ക് ഡാറ്റയ്ക്ക് അധികം വാല്യൂ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കൂടുതൽ എന്താണ് നമ്മൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനാണ് അതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി ആഡിങ് എ ന്യൂ എലമെന്റ് ഈസ് കോംപ്ലക്സ്. നമുക്കൊരു പുതിയൊരു എലമെന്റിനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ കോഡിനെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. നമുക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പഴയ പ്രോഗ്രാമിനെ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം വർക്ക് വരുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്കൊരു ഡ്രോബാക്ക് ആണ്. ഈ ന്യൂ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല നമ്മുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. കാരണം എന്താണ്, അത് എക്സ്റ്റെൻസിബിൾ അല്ല. എക്സ്റ്റെൻസിബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. അതിനെയാണ് എക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡിനകത്ത് തരുന്നില്ല. ഇനി അടുത്ത ഒരു ഡ്രോബാക്ക് ആണ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. നമുക്ക് റിയൽ വേൾഡിൽ കാണുന്ന കാര്യങ്ങളിനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് യൂസിങ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വഴി അല്ലെങ്കിൽ അടുത്തൊരു പ്രോഗ്രാമിംഗ് മെത്തേഡ് വഴിയൊക്കെ നമുക്കതിനെ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ കറക്റ്റായിട്ട് മോഡൽ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വഴി നമുക്ക് റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന സംഭവങ്ങളെ മോഡൽ ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നേരത്തെ പറഞ്ഞു, നമുക്ക് ഡാറ്റയും ഫംഗ്ഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ തമ്മിലൊരു റിലേഷൻ ഇല്ലാത്ത പോലെയാണ്, ഒരു ബന്ധമില്ലാത്ത പോലെയാണ് അവർ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരിക്കുക. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ഡ്രോബാക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്.
ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഷോർട്ട് ഫോം ആണ് OOP. ഊപ്സ് എന്നാണ് അതിനെ പറയുന്നത്. അത് ചോദിക്കാറുണ്ട്. ഊപ്സ് സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളിനെയും നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് അതിനെ കറക്റ്റായിട്ട് പ്രോഗ്രാമിനകത്ത് കൊണ്ടുവരാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡാറ്റയും ഫംഗ്ഷനൊക്കെ ഒട്ടൊരു സിംഗിൾ യൂണിറ്റിലോട്ട് ക്ലബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കാറ് കാണാൻ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ കാറ് ഇന്ന കളർ കാറാണ്, ഇന്ന ബ്രാൻഡ് കാറാണ് അല്ലേ. ആ കാറിന് 4 വീലുണ്ട്, പിന്നെ അതിന് ഗിയർ ഉണ്ട്, ആക്സിലറേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നു. പിന്നെ എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓൺ ഓഫ് ഉണ്ട്. ദെൻ അതിന് ആക്സിലറേറ്റർ കൂട്ടാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ബിഹേവിയറും കാറിനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കാര്യങ്ങളിലെ ഒബ്ജക്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ്സുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഡാറ്റയും ഫംഗ്ഷനൊക്കെ ഒരു യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ളതാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. C++, ജാവ, പൈത്തൺ. ഇതാണ് 3 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. C++, ജാവ, അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ്. കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ 3 എക്സാമ്പിൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രം. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഒരു ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ നമുക്ക് പ്രോഗ്രാംസിന് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കണക്ഷൻ കറക്റ്റായിട്ട് വെക്കാനായിട്ട് ഈ ഒരു ഊപ്സ് പ്രോഗ്രാമിംഗ് വഴി നമുക്ക് പറ്റും. ഇനി അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. അതിനുള്ള പ്രൊവിഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഒരു മൊഡ്യൂളിനകത്ത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് അപ്പുറത്തെ ഒരു മൊഡ്യൂളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ഹിഡൻ ആയിരിക്കും. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മൊഡ്യൂൾസ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കൺസെപ്റ്റ്സിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ എക്സിസ്റ്റിംഗ് കോഡ്. നേരത്തെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ. പക്ഷെ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇനി റിയൽ ലൈഫ് സിനാരിയോസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നേരത്തെ നമുക്ക് പ്രൊസീജിയർ ഓറിയന്റഡിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് എന്താണ് ന്യൂ ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഓപ്പറേറ്റേഴ്സ് എന്ത് പർപ്പസിനാണോ എഴുതിയിട്ടുള്ളത് അത് വേറെയും പർപ്പസുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു കാപ്പബിലിറ്റിയും കൂടി എന്തിനുണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്തുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് പാരാഡിം കണ്ടു, എന്തൊക്കെ ടൈപ്പ് പാരാഡിംസ് എന്ന് കണ്ടു. ഇനി അതിൽ പ്രൊസീജിയർ ഓറിയന്റഡ് പഠിച്ചു, അതിൻ്റെ ഡ്രോബാക്ക് കണ്ടു, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കണ്ടു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു. ഇനിയുള്ളത് നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു.